ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിൻ്റെ എപ്പിസോഡ് 7 ആണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിലായിട്ട് സാറ്റർഡേ രാത്രി 11 PM ഒരു ക്ലബിലേക്ക് വരാനായിട്ട് യോന സാനിന് മെസ്സേജ് അയച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ജങ് ജീവോങ് എന്നൊരു പ്രതി ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി വെച്ചിട്ട് നാട് കിടക്കാനായിട്ട് നിൽക്കുന്ന സമയത്തേക്ക് അവനെ ഫോളോ ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ സാനിൻ്റെ ഒപ്പം കണ്ട ഒരു ക്ലാസ്മേറ്റ് അവൻ്റെ കുറേ ഗാർഡ്സും കൂടിയിട്ട് വന്നിട്ട് ജങ്ങിനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജങ് ആകട്ടെ നമ്മുടെ സാനിൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യൂജിനെ വേറൊരാൾ സെർച്ച് ചെയ്യുന്നതായിട്ട് തനിക്കറിയാമെന്ന് പറയുമ്പോൾ അതും കൂടി കേൾക്കുന്ന ടേവു എന്ന സാനിൻ്റെ ആ ഒരു പഴയ ക്ലാസ്മേറ്റ് അവനെ എടുത്തിട്ട് എറിഞ്ഞിട്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ ജങ് അവൻ്റെ മേത്ത് കത്തിവെച്ച് കുറേ പ്രാവശ്യം കുത്തുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ ഏറ്റില്ല എന്ന് മാത്രമല്ല അവൻ്റെ ഫേസിലേക്ക് സൂം ചെയ്യുമ്പോൾ അവനൊരു വാമ്പയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ സാന് ആ ഒരു നൈറ്റ് ക്ലബിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അവനറിയാതെ അവൻ്റെ ഫ്രണ്ട്സും അങ്ങോട്ട് എത്തിയ ഒരു കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൻ യോനയെ കാണാനായിട്ട് പോകുമ്പോൾ ഇപ്പോൾ അവൾക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ നീ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരണമെന്ന് യോന അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സാനിനാകട്ടെ ദേഷ്യവും ഒപ്പം ഇതിനൊന്നും യാതൊരു താല്പര്യമില്ലാതെ നിൽക്കുന്ന കാണുന്ന യോന അവനെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു നൈറ്റ് ക്ലബ്ബ് നാളെ രാവിലെ 6 AM വരെ ഉണ്ടായിരിക്കുമെന്നും അതിനുള്ളിൽ തന്നെ നീ അയാളെ കണ്ടുപിടിക്കാനായിട്ട് എന്നെ സഹായിച്ചില്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന്റെ കാര്യം തീരുമാനമാവുമെന്ന് അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഒരു നൈറ്റ് ക്ലബിലുള്ള മിക്കവരും വാമ്പയേഴ്സ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ സാനിന് വേറൊരു നിവർത്തിയില്ലാതെ തന്റെ ഫ്രണ്ട്സിന് വേണ്ടി യോന പറയേണ്ടത് അനുസരിക്കേണ്ടി വരികയാണ്. അങ്ങനെ വേഗം തന്നെ യോനയുടെ കാറിൽ അവളും സാനും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ ആരെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ നോക്കുന്നതെന്ന് സാൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി യോന കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വൈനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വെയർ ഹൗസിലേക്ക് അവനെ എത്തിച്ചിട്ട് അവിടെ ഫുള്ള് സെർച്ച് ചെയ്യാനായിട്ട് പറയുമ്പോൾ തന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കണം എന്ന ഒരേ ഒരു മനോഭാവത്തോടെ അവൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പാവം നമ്മുടെ സാൻ. അങ്ങനെ സാൻ പുറത്തേക്ക് പോകുമ്പോൾ യോന അവളുടെ ബാഗിൽ നിന്നിട്ട് ഒരു ബോയുടെ പകുതി കീറിയ നിലയിലുള്ള ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ പിന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം യോന മനുഷ്യനായിരുന്ന സമയത്ത് അവളുടെ പാരന്റ്സിന്റെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അവളുടെ വീട്ടിലേക്ക് റെന്റിന് താമസിക്കാൻ വന്ന ഒരു ബോയെ കണ്ടിട്ട് അവൾ ക്രഷ് അടിക്കുന്നത് ഇപ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ബോയുടെ പേര് യങ് ക്വങ് എന്നായിരുന്നു. ഇനി പ്രസന്റിലേക്ക് വരുമ്പോൾ സാൻ ആകട്ടെ അവന്റെ വാമ്പയർ പവേഴ്സ് എല്ലാം വെച്ചിട്ട് അവിടെയുള്ള ഒരു മുക്കുമൂലയൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ നിന്ന് കിട്ടുന്ന കുറെ ലിസ്റ്റുകളെല്ലാം അവൻ പോക്കറ്റിലേക്ക് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡസ്റ്റ്ബിനിന്ന് അവന് ഒരു സൺ ലാമ്പ് ആരോ പർച്ചേസ് ചെയ്ത ഒരു ലിസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവന്റെ സൈഡിലൂടെ എന്തോ ഒരു ഷാഡോ പോകുന്ന കണക്കിന് ഫീൽ ചെയ്തിട്ട് അവൻ ആ ഒരു ഷാഡോനെ ഫോളോ ചെയ്യുമ്പോൾ അവിടേക്ക് യോനയും എത്തിയിട്ട് അതേ ആൾക്ക് വേണ്ടിയിട്ട് തപ്പുന്നുണ്ട്. ഈ ഒരു സമയത്ത് അത് ആരാണെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും യോന ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവര് സാനിന് ആ ഒരു വെയർ ഹൗസിൽ നിന്ന് കിട്ടിയ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ബാർബറിനെ കാണാനായിട്ട് ചെന്നിട്ട് അയാൾക്ക് യോന അന്വേഷിക്കുന്ന ആ യങ് ക്വങ്ങിനെ അറിയോന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും കൂടി അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ അവനും അവന്റെ വാമ്പയർ പവേഴ്സ് വെച്ചിട്ട് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ദിവസത്തിന് മുമ്പ് യങ് ക്വങ് ഇങ്ങോട്ട് വന്നു എന്ന് അവര് അറിയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സാനിനെ പറ്റി യാതൊരു ഐഡിയയും കിട്ടാതെ വൂള് അവനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ നേരം തന്നെ യോനയും സാനിനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ വണ്ടീനെ ഫോളോ ചെയ്ത് വേറൊരു കാറ് ബാക്കിൽ വരുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതിൽ ഒരു ദിവസം എക്സാമിന് യോന പോകാനായിട്ട് ലേറ്റ് ആയിരുന്ന സമയത്ത് യങ് ക്വങ് അവൾക്കൊരു ലിഫ്റ്റ് കൊടുത്തിട്ട് അവർ രണ്ടുപേരും വളരെ കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് പോവാണ്. മാത്രമല്ല അവള് അവന്റെ കോളറൊക്കെ ശരിയാക്കി കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടതിന് ശേഷം അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അത് ആരാണ് അത്രയും ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുക്കൻ എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് തന്റെ വീട്ടിലത്തെ പുതിയ വാടകക്കാരനാണെന്നും എനിക്ക് അവനോട് ഒരു ക്രഷ് ഉള്ളതായിട്ടും അവളിപ്പോൾ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനി പ്രസന്റിലേക്ക് വരുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ഏരിയയിൽ ഒരാൾ എന്തോ ഫോൺ ചെയ്തേക്കുന്ന സമയത്ത് അയാളുടെ ഷോൾഡറിലായിട്ട് ആരും വന്ന് പിടിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, സാൻ തന്നെയാണ്. അങ്ങനെ സാനും അയാളും കൂടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ യോന പോയിട്ട് അയാൾ വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫോൺ എടുത്തിട്ട് നീ ഇതുവരെ യങ് ക്വങ്ങിനെ കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് ആരോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ പോലെ തന്നെ ഒന്നും മനസ്സിലാവാതെ സാനും ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അയാളുടെ ഫോണിൽ നിന്ന് അവർക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ ബ്ലൂ മൂൺ എന്ന ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഓണറുമായിട്ട് കാണുന്നതിനിടയിൽ ആ പുള്ളിക്കാരി കുടിച്ചുകൊണ്ടിരുന്ന വൈന് സ്മെൽ ചെയ്ത് നോക്കുമ്പോഴാണ് അത് ശരിക്കും വൈൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതിലൂടെ തന്നെ ആ ഒരു ഓണറും ഒരു വാമ്പയർ ആണെന്ന് ഉറപ്പിക്കാം. ഇതേ സമയത്ത് തന്നെ സാൻ ഒരുപാട് യങ് ക്വങ്ങിനെ പറ്റി ആ ഒരു ഓണറോട് ചോദിക്കുമ്പോൾ ആ ഒരു ഓണർ അവനൊരു ക്ലൂ ആയിട്ട് ഒരു ബിസിനസ് കാർഡ് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം യോനയാകട്ടെ അവിടെ ഇരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുതിയൊരു ഡ്രസ്സൊക്കെ എടുത്ത് ധരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഫ്ലാഷ്
ബാക്കിലേക്ക് പോകുമ്പോൾ അവളും അവളുടെ ഒരു ഫ്രണ്ടും കൂടി ഒരിക്കലും ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെ അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കണ്ടിട്ട് അതെടുക്കാൻ പറ്റാതെ തിരിച്ചു വരുന്ന സമയത്ത് അവൾ യങ്ക്വ അങ്ങനെ കാണുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സിനെ കുറിച്ചും മറ്റുമൊക്കെ അവനോട് സംസാരിക്കുമ്പോൾ നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ കുട്ടി ആരാണെന്ന് യങ്ക്വങ് അവളോട് ചോദിക്കുന്ന കേട്ടിട്ട് അവൾക്ക് വളരെയധികം ജലസി തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അവളുടെ വീട്ടിലേക്ക് അവൾ ചൂസ് ചെയ്ത ആ ഒരു ഡ്രസ്സ് കൂട്ടിട്ട് ആ ഒരു ഫ്രണ്ട് വരുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ആകെ അപ്സെറ്റ് ആയിട്ട് ഇരുന്ന യോനയെ യങ്ക്വങ് വന്ന് അവളുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ച് അവളെ കിസ് ചെയ്തിട്ട് അവന്റെ ഫീലിങ്സ് എല്ലാം അവളോട് പറയുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പ്രസന്റിൽ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ യോന നന്നായി തന്നെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് സാനിന്റെ അടുത്ത് വന്നിട്ട് ഇത് ചിലപ്പോ അവൾക്ക് കിട്ടുന്ന അവസാന ഒരു അവസരമായിരിക്കും എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും കൂടിയിട്ട് എങ്ങോട്ടോ പോവാൻ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു നൈറ്റ് ക്ലബിലാകട്ടെ അവിടെയുള്ള ലേഡീസിന്റെ മട്ടും പാവവും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വോളിന് ഫോളോ ചെയ്ത് അതിലൊരു ലേഡിയെ അവള് ബാത്റൂമിലേക്ക് ഫോളോ ചെയ്യുമ്പോൾ അവളുടെ കൈകളിലായിട്ട് ബ്ലഡ് പറ്റിയിരിക്കുന്നത് വോള് ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ക്ലബിലുള്ള ഓരോരുത്തരും ബാക്കിയുള്ളവരെ ബൈറ്റ് ചെയ്യുന്ന പോലെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് എല്ലാവരുടെ അടുത്തും അവിടെ നിന്ന് പോവാമെന്ന് പറയുമ്പോൾ യങ്ങാകട്ടെ അതിനൊന്നും സമ്മതിക്കാതെ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ സാനും യോനയും കൂടിയിട്ട് ആ ഒരു ലേഡി കൊടുത്ത ആ ഒരു ബിസിനസ് കാർഡിൽ തേടി പോകുമ്പോൾ അതൊരു ബാറാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനുശേഷം യങ്ക്വാങ്ങിന്റെ പണ്ടത്തെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നിനക്കിവനെ അറിയോന്ന് അവിടുത്തെ ബാർ ടെൻഡറുടെ അടുത്ത് അവൾ ചോദിക്കുമ്പോൾ അയാൾ ഇവിടെ ഇല്ലെന്ന് ബാർ ടെൻഡർ പറയുമ്പോൾ അയാൾ ഇവിടെ ഉണ്ടോന്നല്ല നിനക്ക് അയാൾ അറിയോന്നാണ് ഞാൻ ചോദിച്ചതെന്ന് സാൻ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നീ എനിക്ക് വേണ്ടി ഒരാളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണെങ്കിൽ യങ്ക്വാങ് എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് അദ്ദേഹം പറയുമ്പോൾ വീണ്ടും നമ്മൾ പാസ്റ്റിലേക്കാണ് കൂട്ടിക്കൊട്ട് പോകുന്നത്. അവിടെ യോനയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവള് യങ്ക്വങ്ങിനെയും കാത്തു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആരോ വരുന്നൊരു സൗണ്ട് കേട്ട് അവർ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം യങ്ക്വങ് അവളേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും മരണപ്പെട്ട നിലയിലും യോനയുടെ കഴുത്തിലായിട്ട് ഒരു വാമ്പയർ കടിച്ച പാടും അവൻ കാണുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ അവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് അവളിപ്പോ അവിടെ കിടക്കുന്ന വേറെ ഏതൊരു പേഷ്യന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവൻ ചോദിക്കുന്ന സമയത്ത് തനിക്ക് അത്രയും ദാഹം ആയിട്ടാണെന്ന് അവള് റിപ്ലൈ കൊടുക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് ഒരു രാത്രി ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ നേരെ യങ്ക്വങ് അടിക്കുന്നതും അവളുടെ മേത്തുനിന്ന് കളക്ട് ചെയ്ത ബ്ലഡ് ഒക്കെ എടുത്തിട്ട് നേരെ തന്നെ അവൻ യോനയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് എന്തൊക്കെ ഉണ്ടായാലും ഫോർ എവർ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്നും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഡോക്ടറും കൂടിയായ യങ്ക്വങ് ഇതുപോലെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ ആൾക്കാരെ അവിടെ കൊണ്ട് പിടിച്ചു കിടത്തിയിട്ട് അവളുടെ മേത്തുനിന്ന് ബ്ലഡും കളക്ട് ചെയ്തിട്ട് അതെല്ലാം യോനിക്ക് കൊടുത്ത് അവളെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 10 വർഷം പുറം ലോകം കാണിക്കാതെ ഒരു വീടിനുള്ളിൽ അവളെ അടച്ചിട്ട് അവൾക്ക് വേണ്ട ബ്ലഡ് എല്ലാം കൊടുത്ത് അവളെ പ്രൊട്ടക്ട് ചെയ്തതിനു ശേഷം ഒരു ദിവസം അവളെ നോക്കുന്ന സമയത്ത് അവളെ റൂമിൽ കാണാതെ അന്വേഷിച്ചു പോകുമ്പോൾ സ്ട്രീറ്റിൽ വെച്ചിട്ട് അവൾ ഒരാളെ കൊന്ന് അയാളുടെ ബ്ലഡ് കുടിക്കുന്നത് അവൻ കണ്ടിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് തന്റെ സമ്മതം ഇല്ലാതെ ഇങ്ങനെ പുറത്തേക്ക് പോയതെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെട്ട് പിന്നീട് അവൾക്ക് വേണ്ടിയിട്ട് അവൻ തുടങ്ങിയിട്ടുള്ള പുതിയ ഒരു ബ്ലഡ് ബാങ്കിന്റെ ബിസിനസിന്റെ കാര്യം ഇപ്പോ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ മാറിയപ്പോ യോനയുടെ സ്വഭാവത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളതായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നീ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ പോലെ നിനക്കും ഒരു വാമ്പയർ ആവാമെന്ന് യോന പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യാൻ വരുമ്പോൾ അതുപോലും ഇഷ്ടപ്പെടാതെ അവൻ അവളെ തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ട് നീ കാരണമാണ് ഇപ്പോ ഞാനും നിന്നെ പോലെ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് ദേഷ്യപ്പെടാണ്. ഒരു സമയത്ത് തന്നെ മോൺസ്റ്റർ എന്ന് വിളിച്ചത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ യോനയും അവന്റെ അടുത്ത് വയലന്റ് ആയിട്ട് പെരുമാറുന്നുണ്ട്. അങ്ങനെ അവനോടുള്ള ദേഷ്യത്തില് യോന വേറെ ഏതോ ഒരു ബോയമായിട്ട് അവന്റെ മുമ്പിൽ തന്നെ വെച്ച് ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറുമ്പോൾ അതുപോലും കണ്ടിട്ട് യങ്ക്വങ് പ്രതികരിക്കാതെ നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും തന്നെ തോന്നുന്നില്ലേ എന്ന് വളരെ ഇറിറ്റേറ്റഡും ദേഷ്യവും വന്നിട്ട് യോന ചോദിക്കുന്നുണ്ട്. ഇനി പ്രസന്റിലേക്ക് വരാണെങ്കിൽ യോനയും സാനും കൂടി അവസാനം ഒരു ബിൽഡിങ്ങിലേക്ക് കയറിയിട്ട് വയസ്സായിട്ടുള്ള യങ്ക്വങ്ങിനെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ കണ്ട സന്തോഷത്തില് അവൾ അവനെ ഓടിച്ചെന്ന് ഹഗ് ചെയ്തിട്ട് അവള് അവന്റെ കയ്യിൽ പിടിക്കുമ്പോൾ അവൻ പയ്യെ ആ ഒരു കൈ എടുത്തിട്ട് ഇതേ സമയം തന്നെ അവളേക്ക് ഒരു വയസ്സായ ലേഡിയും വരുന്നുണ്ട്. ഒന്നും കൂടി നോക്കുമ്പോൾ അത് അവളുടെ പഴയ ഫ്രണ്ടായിട്ടുള്ള ഇവൾക്ക് ജലസി എല്ലാം തോന്നിയ അവളുടെ ആ ഒരു പഴയ ഫ്രണ്ടാണെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കേട്ട് ഒട്ടും സഹിക്കാനാവാതെ അത്രയും ദേഷ്യം വന്നിട്ട് അവളെ ചീറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് ലാസ്റ്റായിട്ട് അവൻ ഒരു ചാൻസും കൂടി കൊടുക്കാനായിട്ട് അവൾ തയ്യാറാവാണ്. ഈ ഒരു സമയത്തും അവളെ വേണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു വയസ്സായിട്ടുള്ള തന്റെ ഭാര്യയുടെ ഒപ്പം പോവാനായിട്ട് യങ്ക്വങ് റെഡി ആവുന്ന സമയത്ത് ഫോർ എവർ എന്റെ ഒപ്പം ഉണ്ടാവാന്ന് പറഞ്ഞ് എനിക്ക് പ്രോമിസ് തന്നിട്ടും നീ എന്നെ വിട്ട് പോവാണല്ലേ എന്ന് ചോദിച്ച് വളരെ ദേഷ്യപ്പെട്ട് ഇമോഷണൽ ആകുന്നുണ്ട് യോന. അങ്ങനെ ദേഷ്യം വന്നിട്ട് സാനിന്റെ അടുത്ത് ഇപ്പൊ ആ ഒരു ലേഡിയെ കൊല്ലാനായിട്ട് യോന പറയുന്ന കേൾക്കുന്ന സാൻ എന്നോട് ക്വാങ്ങിനെ കണ്ടുപിടിക്കാൻ മാത്രമേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതുപോലും കേൾക്കാൻ നിൽക്കാതെ അവൾ ഓടിച്ചെന്ന് ആ ഒരു ലേഡിയുടെ അടുത്ത് ചെന്നിട്ട് അവളെ ബൈറ്റ് ചെയ്തിട്ട് വീണ്ടും തന്റെ ഒപ്പം വരാനും എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് അങ്ങന്റെ അടുത്ത് പറയുമ്പോൾ അവനും അതിന് സമ്മതിച്ച് നമുക്കെല്ലാം അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു സൺ ലാമ്പ് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ റേഡിയേഷൻ കിട്ടിയിട്ട് യോനയുടെ ബോഡി ഫുള്ള് നീറുന്ന സമയത്ത് സാൻ ഓടി വന്ന് അവന്റെ ജാക്കറ്റ് കൊടുത്ത് അവളെ രക്ഷിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവന്റെ
അവന്റെ പഴയ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ടേവൂനെ അവിടെ വെച്ച് ഒരു മിന്നായം പോലെ കാണുന്നവൻ നേരെ തന്നെ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ടേവൂന്റെ ഒരു അഡ്രസ്സ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം തന്നെ ആ ഒരു നൈറ്റ് ക്ലബിനെ കാണിക്കുമ്പോൾ 6 മണി ആവാനായിട്ട് ഇനി നിമിഷം നേരങ്ങൾ കൂടിയ ബാക്കിയുള്ളൂ എന്നറിഞ്ഞിട്ട് ആ ഒരു നൈറ്റ് ക്ലബിന് ചുറ്റുമുള്ള എല്ലാ വാമ്പയേഴ്സും കൂടിയിട്ട് ഇപ്പോൾ സാനിന്റെ ഫ്രണ്ട്സിനെ ചുറ്റി വളയുന്ന സമയം വൂളാകട്ടെ വീണ്ടും സാനിനെ വിളിക്കുന്നുണ്ടെങ്കിലും സാനിന്റെ ഒരു വിവരം അപ്പോഴും അവൾക്ക് കിട്ടുന്നില്ല. അതേസമയം സാനാകട്ടെ ആ ഒരു ടേവൂൻ ആലോചിച്ച് സമയം പോയത് അറിയാതെ നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, സാനിനും അവന്റെ ഫ്രണ്ട്സിനും എന്ത് പറ്റിയെന്നും നമ്മൾ വിചാരിച്ച പോലെ യോന മാത്രമല്ല വേറെ ഒരുപാട് വാമ്പയേഴ്സ് ഉണ്ടെന്നും അവർക്ക് ചുറ്റും നടക്കുന്ന ആ ഒരു മിസ്റ്ററി എന്താണെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡ്സിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.